ജനമേജയൻ അഭിമന്യുവിൻ്റെ പൗത്രനും പരീക്ഷിത്തിന്റെ പുത്രനുമായിരുന്നു ജനമേജയൻ. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം പാണ്ഡവർ 36 വർഷം രാജ്യം ഭരിച്ചു. അതിനുശേഷം അഭിമന്യു പുത്രനായ പരീക്ഷിത് 60 വർഷത്തോളം രാജ്യം ഭരിച്ചു. ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ജനമേജയൻ രാജാവായി. തൻ്റെ പിതാവിനെ വധിച്ച തക്ഷകനോടും നാഗവംശത്തോടും തന്നെയും അടങ്ങാത്ത പക മൂലം സർപ്പസത്രം എന്ന മഹായാഗം നടത്തി സർവനാഗങ്ങളെയും വധിക്കുവാൻ ശ്രമിച്ച ഹസ്തിനപുരിയിലെ രാജാവിൻ്റെ കഥ. ഏവർക്കും ഇതിഹാസ എപ്പിക്കിലേക്ക് സ്വാഗതം. അഭിമന്യുവിൻ്റെ പുത്രൻ പരീക്ഷിത്തിന് മാദ്രാവതി എന്ന പത്നിയിൽ പിറന്ന പുത്രനായിരുന്നു ജനമേജയൻ. ജനമേജയൻ യുവാവായപ്പോൾ കാശി രാജാവിൻ്റെ പുത്രിയായ വപുഷ്ടമയെ വിവാഹം കഴിച്ചു. വപുഷ്ടമയിൽ ശതാനികൻ എന്നും ശംഖുകർണൻ എന്നും അദ്ദേഹത്തിന് 2 പുത്രന്മാർ പിറന്നു. ജനമേജയന് ശ്രുതസേനൻ എന്നും ഉഗ്രസേനൻ എന്നും ഭീമസേനൻ എന്നും പേരുള്ള 3 സഹോദരങ്ങൾ കൂടി ഉണ്ടായിരുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് 60 വർഷത്തോളം രാജ്യം ഭരിച്ചു. ഒരിക്കൽ അദ്ദേഹം നായാട്ടിനായി വനത്തിലേക്ക് പോയി. നായാട്ടിനിടയ്ക്ക് അദ്ദേഹം അസ്ത്രം പ്രയോഗിച്ച ഒരു മാനിനെ തേടി നടന്ന് തൻ്റെ അംഗരക്ഷകരിൽ നിന്ന് ഒറ്റപ്പെട്ടു. ക്ഷീണവും ദാഹവും അദ്ദേഹത്തെ തളർത്തി. ഏകനായി നടക്കുമ്പോൾ വനത്തിൽ ഒരു ആശ്രമത്തിൻ്റെ മുൻപിൽ ഒരു മുനി തപസ് ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. ശമീകൻ എന്ന മഹർഷിയായിരുന്നു അത്. രാജാവ് മഹർഷിയോട് അല്പം ജലം ആവശ്യപ്പെട്ടു. ധ്യാനനിഷ്ഠനായിരുന്നതിനാൽ മുനി രാജാവിൻ്റെ അപേക്ഷ കേട്ടില്ല. രാജാവ് ഒരുപാട് പ്രാവശ്യം മഹർഷിയോട് ജലം ആവശ്യപ്പെട്ടു എങ്കിലും അതൊന്നും മഹർഷി കേട്ടതേയില്ല. മഹർഷി ഒരു ധിക്കാരിയാണെന്ന് രാജാവ് കരുതി. കോപത്തോടെ ആശ്രമത്തിൽ നിന്ന് തിരിച്ചു നടക്കുവാൻ തുടങ്ങുമ്പോൾ രാജാവ് ഒരു പാമ്പ് ചത്തു കിടക്കുന്നത് കണ്ടു. ഉടനെ അതിനെ തൻ്റെ വില്ലിൻ്റെ അഗ്രം കൊണ്ട് തോണ്ടിയെടുത്ത് മഹർഷിയുടെ കഴുത്തിലിട്ടു. എന്നിട്ട് അദ്ദേഹം ആശ്രമത്തിൽ നിന്നും തിരികെ നടന്നു. എന്നാൽ ധ്യാനത്തിൽ മുഴുകിയിരുന്ന ശമീക മഹർഷി ഇതൊന്നും അറിഞ്ഞതേയില്ല. നേരം ഇരുട്ടാറായപ്പോൾ വിറക് ശേഖരിക്കുവാൻ പോയ ശമീക മഹർഷിയുടെ പുത്രനായ ഗവിജാതൻ തിരികെ ആശ്രമത്തിലെത്തി. തൻ്റെ പിതാവിൻ്റെ കഴുത്തിൽ ചത്ത പാമ്പ് കിടക്കുന്നത് അദ്ദേഹം കണ്ടു. തൻ്റെ പിതാവിനേറ്റ ഈ അപമാനം സഹിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കോപം കൊണ്ട് വിറച്ച മുനിപുത്രൻ തൻ്റെ പിതാവിൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ ഇട്ടവൻ ആരായിരുന്നാലും 7 ദിവസത്തിനകം തക്ഷകന്റെ കടിയേറ്റ് മരണപ്പെടട്ടെ എന്ന് ശപിച്ചു. മുനികുമാരന്റെ ശാപം പോലെ തന്നെ 7 ദിവസത്തിനകം പരീക്ഷിത്ത് രാജാവ് തക്ഷകന്റെ കടിയേറ്റ് മരണപ്പെട്ടു. പിതാവായ പരീക്ഷിത്ത് രാജാവ് മരിക്കുമ്പോൾ ജനമേജയൻ ഒരു കൈക്കുഞ്ഞായിരുന്നു. അതിനാൽ രാജാവിൻ്റെ ശേഷക്രിയകളെല്ലാം മന്ത്രിമാർ തന്നെ നിർവഹിച്ചു. വർഷങ്ങൾ കഴിഞ്ഞ് ജനമേജയൻ യുവാവായപ്പോൾ അദ്ദേഹത്തെ രാജാവാക്കി വാഴിച്ചു. ജനമേജയൻ അല്പകാലം കൊണ്ട് തന്നെ രാജ്യകാര്യങ്ങളെല്ലാം നല്ലതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി. ഇദ്ദേഹത്തെ ധനുർവിദ്യ അഭ്യസിപ്പിച്ചത് കൗരവരുടെയും പാണ്ഡവരുടെയും ആദി ഗുരുവായ ചിരഞ്ജീവിയായ കൃപാചാര്യരായിരുന്നു. 11ാം വയസ്സിൽ തന്നെ ജനമേജയൻ രാജോചിതമായ വിദ്യകളെല്ലാം അഭ്യസിച്ച് അതിസമർത്ഥനായ ഒരു ഭരണാധികാരിയായി മാറി. ഒരിക്കൽ ഉത്തങ്കൻ എന്ന മഹർഷി രാജാവിൻ്റെ കൊട്ടാരത്തിലെത്തി. രാജാവ് ബഹുമാനപൂർവ്വം മഹർഷിയെ സ്വീകരിച്ചു. തുടർന്ന് നിരവധി കാര്യങ്ങൾ സംസാരിച്ച കൂടെ പരീക്ഷിത്ത് രാജാവിൻ്റെ മരണവിവരവും പരാമർശിക്കപ്പെട്ടു. പരീക്ഷിത്തിനെ തക്ഷകൻ വധിക്കുവാനുണ്ടായ കാര്യങ്ങൾ മഹർഷി ജനമേജയന് വിശദമായി പറഞ്ഞു കേൾപ്പിച്ചു. അന്നായിരുന്നു പിതാവിൻ്റെ മരണത്തെപ്പറ്റിയുള്ള പൂർണ്ണ വിവരം രാജാവ് മനസ്സിലാക്കുന്നത്. അതോടെ രാജാവിന് തക്ഷകനോട് മാത്രമല്ല സർപ്പവംശത്തോട് തന്നെ പ്രതികാരം തോന്നി. സർപ്പങ്ങളെ ഉന്മൂലനാശം വരുത്തുന്നതിന് വഴി എന്തെന്നറിയുന്നതിനായി രാജാവ് ഋതുക്കുകളെ കൊട്ടാരത്തിലെത്തിച്ചു. സർപ്പസത്രമെന്ന പേരിൽ പുരാണ പ്രസിദ്ധമായ ഒരു മഹായാഗമുണ്ടെന്നും ആ യാഗം നടത്തിയാൽ സർപ്പങ്ങളെ നശിപ്പിക്കുവാൻ കഴിയുമെന്നും ഋതുക്കൾ രാജാവിനെ അറിയിച്ചു. ഇതറിഞ്ഞ ഉടനെ രാജാവ് സർപ്പസത്രത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ തുടങ്ങി. യാഗശാലയ്ക്കുള്ള നിലമൊരുക്കി. വേദവിദ്യാപരംഗതരായ ബ്രാഹ്മണർ വന്ന് യാഗശാല തീർത്തു. യാഗശാലയുടെ നിർമ്മാണത്തിൽ തന്നെ ലക്ഷണം നോക്കിയ
തച്ചുശാസ്ത്ര വിദഗ്ധൻ ഈ യജ്ഞം ഒരു ബ്രാഹ്മണൻ നിമിത്തം തടസ്സപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകി. അതനുസരിച്ച് യാഗശാലയിലേക്ക് അന്യർ കടന്നു വരാത്ത വിധം രാജാവ് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു. അതിനുശേഷം സർപ്പസത്രം ആരംഭിച്ചു. യജ്വാക്കൾ കറുത്ത വസ്ത്രം ധരിച്ച് മന്ത്രോച്ചാരണത്തോടെ ഹോമം തുടങ്ങി. അതോടുകൂടി ത്രിലോകങ്ങളിലുള്ള സകല നാഗങ്ങളുടെയും ഹൃദയം നീറി തുടങ്ങി. തുടർന്ന് നാഗങ്ങൾ ഓരോരുത്തരായി ഹോമാഗ്നിയിൽ വന്ന് വീഴുവാൻ തുടങ്ങി. ഉത്തങ്കൻ, ചണ്ഡഭാർഗവൻ, വ്യാസൻ, പ്രമദകൻ, ശ്വേതകേതു, അസികൻ, ആത്രേയൻ തുടങ്ങിയ പ്രശസ്തരായ മുനിമാർ സർപ്പസത്രത്തിലെ ഋതുക്കുകളായി. 3 ലോകങ്ങളിലെ ഒട്ടുമുക്ക നാഗങ്ങളും ഹോമാഗ്നിയിൽ വെന്തെരിഞ്ഞു. ജനമേജയന്റെ പിതാവിനെ വധിച്ച തക്ഷകൻ ഭയന്ന് തൻ്റെ സുഹൃത്തായ ദേവരാജൻ ഇന്ദ്രനിൽ അഭയം പ്രാപിച്ചു. മന്ത്രധ്വനി പൂർവാധികം ശക്തിയായതോടുകൂടി വാസുകി നാഗത്തിൻ്റെയും ശരീരം പൊള്ളിത്തുടങ്ങി. വാസുകി സഹോദരിയായ ജരൽക്കാരുവിനെ വിളിച്ച് സർപ്പസത്രത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് എന്തെങ്കിലും ഉപായം കണ്ടുപിടിക്കണമെന്ന് അപേക്ഷിച്ചു. ജരൽക്കാരു പുത്രനായ ആസ്തികനെ അടുക്കൽ വിളിച്ച് വിവരമറിയിച്ചു. സർപ്പസത്രം ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുത്താമെന്ന് ഏറ്റുകൊണ്ട് ആസ്തികൻ ജനമേജയന്റെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഋതുക്കുകൾ വളരെ നേരം ആവാഹിച്ചിട്ടും തക്ഷകനെ വരുത്തുവാൻ സാധിച്ചില്ല. കോപം വന്ന ഉത്തങ്കമുനി തൻ്റെ ദിവ്യദൃഷ്ടി കൊണ്ട് നോക്കിയപ്പോൾ ആ സർപ്പശ്രേഷ്ഠന് ദേവരാജൻ അഭയം നൽകിയിരിക്കുന്ന കാര്യം മനസ്സിലായി. ദേവേന്ദ്രൻ തക്ഷകന് തൻ്റെ സിംഹാസനത്തിൻ്റെ പകുതി നൽകിയായിരുന്നു സംരക്ഷിച്ചത്. ഇന്ദ്രന്റെ ഈ ധിക്കാര പ്രവൃത്തി കണ്ട് കോപം വന്ന ഉത്തങ്ക മഹർഷി ദേവരാജനും തക്ഷകനും സിംഹാസനത്തോടെ ഹോമകുണ്ഡത്തിൽ വീഴട്ടെ എന്ന ഉദ്ദേശത്തോടെ ആവാഹിക്കുവാൻ തുടങ്ങി. മഹർഷിയുടെ മന്ത്രത്തിന്റെ ശക്തിയാൽ തക്ഷകനും ഇന്ദ്രദേവനും സിംഹാസനത്തോടെ ഹോമകുണ്ഡത്തിലേക്ക് വീഴുവാൻ യാഗശാലയ്ക്ക് മുകളിലെത്തി. ഈ സമയം ജരൽക്കാരുവിന്റെ പുത്രനായ ആസ്തികൻ ഒരു ബാലമുനിയായി യാഗശാലയിലെത്തി. രാജാവ് അതീവ തേജസ്സോടുകൂടിയ ഈ ബാലമുനിയെ ആദരപൂർവ്വം സ്വീകരിച്ചിരുത്തി. തൻ്റെ ഒരാഗ്രഹം രാജാവ് നിറവേറ്റി തരണമെന്ന് മുനി ആവശ്യപ്പെട്ടു. ആഗ്രഹം എന്താണെന്നറിയിച്ചാൽ അത് നിറവേറ്റി തരാമെന്ന് രാജാവ് വാഗ്ദാനം നൽകി. ഉടൻ ബാലൻ പറഞ്ഞു, സർപ്പസത്രം വേഗം നിർത്തണമെന്നാണ് എൻ്റെ ആവശ്യം. എന്നാൽ അതൊരിക്കലും സാധ്യമല്ലെന്ന് രാജാവ് അറിയിച്ചു. താൻ നൽകിയ വാഗ്ദാനം ഓർത്ത് ഒടുവിൽ രാജാവിന് ബാലമുനിയുടെ ആവശ്യത്തിന് കീഴടങ്ങേണ്ടി വന്നു. അങ്ങനെ നിരവധി നാഗങ്ങൾ വെന്തൊടുങ്ങിയ സർപ്പസത്രം എന്ന യാഗം രാജാവ് നിർത്തി. ജനമേജയൻ തൻ്റെ ഭരണകാലത്ത് തക്ഷശിലയിലെ രാജാവിനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി ആ രാജ്യത്തെ കൂടി ഹസ്തിനപുരിയോട് കൂട്ടിച്ചേർത്തു.